partial differentiation അത് എല്ലാ ഡയറക്ഷനിലും, അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പാർഷ്യൽ ഡിഫറൻസിയേഷന്റെ അപ്ലിക്കേഷൻ ആയിട്ട് മാക്സിമൈസ് ഓർ മിനിമൈസ് ടു വേരിയബിൾ ഫംഗ്ഷൻ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അതിനു മുമ്പ് വൺ വേരിയബിൾ ഫംഗ്ഷന്റെ മാക്സിമൈസ് മിനിമൈസിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. അതിന് പ്രൊസീജിയർ പറയാണ്, അല്ലെങ്കിൽ അവിടെ ഡീൽ ചെയ്ത കാര്യങ്ങൾ ഇതായിരുന്നു. y is equal to f of x, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എടുക്കുന്നു, ഇങ്ങനെയൊക്കെ വരാം. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ, കാരണം ഈ ലോക്കൽ ഏരിയയിൽ ഇവിടെയാണ് ഫംഗ്ഷൻ വാല്യൂ കൂടുതൽ. സോ ദിസ് ഹൈറ്റ് ഇസ് ദ മാക്സിമം വാല്യൂ, ലോക്കൽ മാക്സിമം എന്ന് നമ്മൾ പറയും. ദിസ് ഇസ് പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ, കാരണം അവിടുത്തെ ഒരു ലോക്കൽ ഏരിയയിൽ അവിടെയാണ് ഹൈറ്റ് കുറവ്. സോ ദിസ് ഹൈറ്റ് ഇസ് ലോക്കൽ മിനിമം. അതേപോലെ ഇതും പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണ്, കാരണം ആ ഒരു ലോക്കൽ ഏരിയയിൽ അവിടെയാണ് മാക്സിമം വാല്യൂ. അപ്പോൾ ഈ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം അറ്റൻഡ് ചെയ്യുന്ന പോയിന്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡെറിവേറ്റീവ് 0, അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് 0, അല്ലെങ്കിൽ നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ് ആവും. ഇങ്ങനെയുള്ള പോയിന്റ്സ് നമ്മൾ വിളിക്കുന്നത് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. The points where derivative is 0 or do not exist. അതാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പോൾ ആ ക്രിട്ടിക്കൽ പോയിന്റ്സിലാണ് ഫംഗ്ഷന് മാക്സിമം അല്ലെങ്കിൽ മിനിമം അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ്. ഒരു സ്ഥലത്തും കൂടെ പോസിബിൾ ആയിട്ടുണ്ട്. ക്രിട്ടിക്കൽ പോയിന്റ്സ് കൂടാതെ ഇങ്ങനെയുള്ള n പോയിന്റ്സിൽ വേണമെങ്കിൽ മാക്സിമം മിനിമം അറ്റൻഡ് ചെയ്യാം. സോ n പോയിന്റ്സും അതേപോലെ ക്രിട്ടിക്കൽ പോയിന്റ്സിലാണ് ഫംഗ്ഷന് മാക്സിമം അല്ലെങ്കിൽ മിനിമം അറ്റൻഡ് ചെയ്യാം. ഇത് എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ കൂടുതൽ നമ്മൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷന്റെ കേസ് ആണ് നോക്കുക. അപ്പൊ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് കാണും, ഫൈൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ്. പിന്നെ അടുത്ത സ്റ്റേജിൽ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സിന് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ്സ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടും. Then find f double dash of x. എന്നിട്ട് മൂന്ന് പോസിബിലിറ്റീസ് പറയും. f double dash of x less than 0 ആണ് ആ പെർട്ടിക്കുലർ ക്രിട്ടിക്കൽ പോയിന്റ് എങ്കിൽ that point is a point of local less than 0 ആണെങ്കിൽ maximum, greater than 0 ആണെങ്കിൽ it's a point of local minimum, ആൻഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും മെത്തേഡിലേക്ക് പോകേണ്ടി വരും. ഇതാണ് നമ്മൾ വേറെ ഏതെങ്കിലും മെത്തേഡല്ല, ഫസ്റ്റ് ഡെറിവേറ്റീവ്. കാരണം ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത് ശരിക്കും ഇവിടെ 0 ആയിരിക്കും. മാക്സിമം പോയിന്റ് ആണെങ്കിൽ ഇവിടെ 0 ആയിരിക്കും, ഡെറിവേറ്റീവ് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. സോ ഡെറിവേറ്റീവ് ഇസ് ചേഞ്ചിങ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അതേപോലെ ഇതിന്റെ കേസിൽ ഇവിടെ നെഗറ്റീവോ ഇവിടെ ഏതാവും പോസിറ്റീവോ. അപ്പോൾ ഡെറിവേറ്റീവ് ചേഞ്ചിങ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് ആണെങ്കിൽ മാക്സിമം ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഗ്രാഫ് കോൺകേവ് ഡൗൺ ആവാന്നാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആവുമ്പോൾ ശരിക്കും മിനിമം ആണ്, അതായത് അതിന്റെ അർത്ഥം ഗ്രാഫ് കോൺകേവ് അപ്പ് ആവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ശരിക്കും സെക്കൻഡ് വേരിയബിൾ ഫംഗ്ഷൻസിന്റെ കേസിൽ. പക്ഷെ അത് 2 ഡയമെൻഷനിൽ ഇങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് ഞാൻ കുറച്ചുകൂടി 3 ഡയമെൻഷൻ വ്യൂ ഉള്ള ഗ്രാഫുകൾ ഉപയോഗിക്കുകയാണ്. നമുക്ക് ഡെഫിനിഷനിലൂടെ നോക്കാം. f of xy be defined on a region R containing the point AB. ഇപ്പോൾ ഡൊമൈനിൽ ഏതോ ഒരു പോയിന്റ് ആണ് AB, ഓർഡേഡ് പെയർ AB. സോ 2 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ഏതോ 2 വേരിയബിൾ ഫംഗ്ഷന്റെ ഗ്രാഫാണ്. എഫ് ഓഫ് AB, അപ്പോൾ ABയിലെ ഹൈറ്റ് ഈസ് എ ലോക്കൽ മാക്സിമം. ഹൈറ്റിനെയാണ് നമ്മൾ ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് വിളിക്കുന്നത്. ഓഫ് എഫ് ഇഫ് കണ്ടീഷൻ അതാണ്,
അവിടുത്തെ ഹൈറ്റ് ഫംഗ്ഷന്റെ വാല്യൂ അതിന്റെ തൊട്ടടുത്ത റീജിയണിലെ ബാക്കിയുള്ളവരെ അതിന്റെ തൊട്ടടുത്തുള്ള പോയിന്റ്സിലെ ഏതൊരാളെക്കാളും ഫംഗ്ഷന്റെ വാല്യൂ കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം. ഇവിടെ പറയുന്നത് എഫ് ഓഫ് എ ബി, ദ ഹൈറ്റ് അറ്റ് എ ബി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഫോർ ഓൾ പോയിന്റ്സ് എക്സ് വൈ ഇൻ ആൻ ഓപ്പൺ ഡിസ്ക് സെന്റർഡ് അറ്റ് എ ബി. എ ബിയുടെ ഒരു ലോക്കൽ ഏരിയയിൽ അയാളാണ് രാജാവ്, ഈ എഫ് ഓഫ് എ ബി ആണ് രാജാവ്. സോ എഫ് ഓഫ് എ ബി ഇസ് എ പോയിന്റ് is local maximum value and AB is a point of local maximum. ഇപ്പോൾ ഇവിടെ 3 points of local maximum value കാണാൻ പറ്റും. അതേപോലെ തന്നെ f of AB is local minimum value if AB യുടെ ഒരു ഓപ്പൺ ഡിസ്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ആളുകളെക്കാളും ഏറ്റവും കുറഞ്ഞ ഹൈറ്റ് വരുന്നത് എ ബിയിലായിരിക്കണം. അതായത് എഫ് ഓഫ് എ ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഫോർ ഓൾ പോയിന്റ്സ് എക്സ് വൈ ഇൻ ആൻ ഓപ്പൺ ഡിസ്ക് കണ്ടെയ്നിങ് എ ബി. സോ ഇവിടെയാണെങ്കിൽ ഇത് ഈ 3 താഴെയുള്ള ഇതൊക്കെ ലോക്കൽ മിനിമം വാല്യൂസ് വരുന്നതാണ്. ഇനി ആ എ ബിനെ നമ്മൾ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം എന്ന് പറയും. ഇവിടെയൊക്കെയാണ് ആ ഒരു ലോക്കൽ ഏരിയയിൽ ഏറ്റവും മിനിമം വരിക. ഇതേപോലെ തന്നെ അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട് മിനിമം. എന്തായിരിക്കും അബ്സല്യൂട്ട് മാക്സിമം? ഈ മൊത്തം ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ ഏറ്റവും ഹൈറ്റ് കൂടുതൽ, ഇപ്പൊ ഇവിടെയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഇതാണ് അബ്സല്യൂട്ട് മാക്സിമം വരുന്നത്. സോ ദാറ്റ് ഹൈറ്റ് ഇസ് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ. അതേപോലെ ഇവിടെയാണ് അബ്സല്യൂട്ട് മിനിമം വരുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷന് ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും ഉണ്ടാവാനുള്ള അത്യാവശ്യ കണ്ടീഷനാണ്. ഇത് വൺ വേരിയബിൾ ഫംഗ്ഷന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതേപോലെ തന്നെ ഒരു പോയിന്റ് ലോക്കൽ മാക്സിമം ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. അതേപോലെ ലോക്കൽ മിനിമം ഉണ്ടാവണമെങ്കിലും അവിടുത്തെ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം ഫോർ എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ, നോൺ ഡിഫറൻഷ്യബിളിന്റെ കേസല്ല. ഇതുപോലെ തന്നെ 2 വേരിയബിൾ ഫംഗ്ഷന്റെ കേസിലും ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് 0 ആയിരിക്കണം. സോ ഞാൻ ഒന്നും കൂടെ അത് ഉറപ്പിക്കുകയാണ്, ഫോർ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ്സ് പോസിബിൾ ആണ്. അപ്പൊ ഇവിടെ ഈ ഗ്രാഫ് ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുകയാണ്. ഇതിൽ കുറെ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമം ഉണ്ട്. അതിൽ ഈ കേസ് ഞാൻ കൺസിഡർ ചെയ്യാണ്. അവിടെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് എക്സ് വേരി ചെയ്യുമ്പോൾ കിട്ടുന്ന കർവിലെ ഓരോ പോയിന്റിലെയും ടാൻജന്റ് സ്ലോപ്പ് ആണ്. സപ്പോസ് വൈയുടെ വാല്യൂ ഏതോ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്സ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ് വേരി ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന കർവ് ഇതാണെങ്കിൽ ഇതിൽ ഓരോ പോയിന്റിന്റെയും ടാൻജന്റ് സ്ലോപ്പുകളാണ് നമ്മൾ എഫ് എക്സ്. അപ്പൊ ഈ ടോപ്പ് പോയിന്റിൽ ടാൻജന്റ് ഇങ്ങനെയല്ലേ വരിക, അപ്പൊ സ്ലോപ്പ് 0 ആയി. ഇതേപോലെ തന്നെ എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് വൈ വേരി ചെയ്യുമ്പോൾ കിട്ടുന്ന കർവ് സപ്പോസ് ഇതാണെങ്കിൽ അവിടെയും ദ ടോപ്പ് പോയിന്റില് ടാൻജന്റ് ഇങ്ങനെ വരും, അവിടെ സ്ലോപ്പ് 0 ആയി. സോ ഒറ്റ പോയിന്റേ ഉള്ളൂ, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഒരു ഇന്റീരിയർ പോയിന്റ് എ ബിയിൽ അറ്റൈൻ ചെയ്യണമെങ്കിൽ ഫോർ എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ അതിന്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് 0 ആയേ മതിയാവുള്ളൂ. ഇനി ഡിഫൈൻ ചെയ്യുന്നു ക്രിട്ടിക്കൽ പോയിന്റ്, an interior point of the domain of the function f of xy where fx and fy are 0 or where one or both of fx and fy do not exist is a critical point. തൊട്ട് മുന്നേ പറഞ്ഞു ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പ്രകാരം ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് എക്സും എക്സ് വൈയും രണ്ടും 0 ആവുന്ന പോയിന്റ്സിലെ മാക്സിമം മിനിമം അറ്റൈൻ ചെയ്യുള്ളൂ എന്ന്. അപ്പൊ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് രണ്ടും 0 ആവുന്നതോ ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും എക്സിസ്റ്റ് ചെയ്യാത്തതോ ആയിട്ടുള്ള പോയിന്റ്സിനെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയാം. ഇത് തന്നെ നമ്മൾ വൺ വേരിയബിൾ ഫംഗ്ഷന്റെ കേസിലും പഠിച്ചിരുന്നു. എഫ് ഡാഷ് 0 ആവുന്ന പോയിന്റ്സിലോ എഫ് ഡാഷ് ഡു നോട്ട് എക്സിസ്റ്റ് വരുന്ന പോയിന്റ്സിനെയും നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് തന്നെയാണ് അവിടെ വിളിച്ചത്. രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ഇനി ഇതിനും കൂടെ ക്ലിയർ ആയിട്ട് പറയുന്നു, എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ക്യാൻ ഹാവ് എക്സ്ട്രീം വാല്യൂ, അതായത് മാക്സിമം മിനിമം ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം അറ്റൈൻ ചെയ്യാവുന്നത് ഒന്നുകിൽ ക്രിട്ടിക്കൽ പോയിന്റ്സിലാണ് അല്ലെങ്കിൽ ബൗണ്ടറി പോയിന്റ്സിലാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഏതൊക്കെ പോയിന്റ്സിൽ ചാൻസ് ഉണ്ട്?
ബൗണ്ടറി പോയിന്റ്സിൽ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വരാം. രണ്ട് നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ്സിൽ അതായത് എഫ് എക്സോ എഫ് വൈയോ ഏതെങ്കിലും ഒന്നെങ്കിലും ഈ എക്സിസ്റ്റ് ചെയ്യാത്ത കേസുകളിലും ഏത് വരാം, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വരാം. ഇനി ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് എക്സും എഫ് വൈയും രണ്ടും 0 ആവുന്ന പോയിന്റ്സിൽ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വരാം. സോ എക്സ്ട്രീം വാല്യൂസ് പോസിബിൾ ആയിട്ടുള്ളത് either at the critical points or at the boundary points. ഇപ്പോൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഏത് മാത്രം നോക്കിയാൽ മതിയോ, എഫ് എക്സും എഫ് വൈയും 0 ആവുന്ന പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതിയോ. സാഡിൽ പോയിന്റ്, a differentiable function f of xy has a saddle point at the critical. ഈ സാഡിൽ പോയിന്റ് നമ്മൾ വൺ വേരിയബിൾ ഫംഗ്ഷന്റെ കേസിലും പഠിച്ചതാണ്, പക്ഷെ സാഡിൽ പോയിന്റ് എന്നല്ല അവിടെ പഠിച്ചത്. ഞാൻ അവിടുത്തെ എക്സാമ്പിൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു, y is equal to x cube. ഈ ഫംഗ്ഷൻ എഫ് ഡാഷ് ഓഫ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഡാഷ് ഈക്വൽ ടു 0 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ് വരിക. 0 ആണ്, എക്സ് ഈക്വൽ ടു 0 ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. പക്ഷെ ആ ക്രിട്ടിക്കൽ പോയിന്റ് ഇസ് നെയ്തർ എ പോയിന്റ് ഓഫ് മാക്സിമ നോർ എ പോയിന്റ് ഓഫ് മിനിമം. അതിനെ നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്നാണ് അവിടെ വിളിച്ചത്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് ഡെഫിനിഷൻ, പക്ഷെ ആ പോയിന്റിനെ നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്നല്ല, പകരം സാഡിൽ പോയിന്റ് എന്നാണ് വിളിക്കുക. ക്രിട്ടിക്കൽ പോയിന്റ് വിച്ച് ഇസ് നെയ്തർ മാക്സിമ നോർ മിനിമം. അപ്പൊ ഇവിടെ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ക്രിട്ടിക്കൽ പോയിന്റ് വിച്ച് ഇസ് നെയ്തർ മാക്സിമ നോർ മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ്സോ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ്സിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് വിളിക്കുക. അപ്പൊ ഇന്റീരിയർ പോയിന്റ് ആണ് ഒന്ന്, ബൗണ്ടറി പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. And if every open disk centered at AB, there are points xy where f of xy greater than f of AB and where f of xy less than f of AB. അതിന്റെ അർത്ഥം എ ബി എന്ന് പറയുന്ന പോയിന്റ് ഡൊമൈനിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ റൈറ്റ് സൈഡിലെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്രിട്ടിക്കൽ പോയിന്റ്. കാരണം അവിടെ എഫ് എക്സും എഫ് വൈയും 0 ആയിരിക്കും. പക്ഷെ അത് മാക്സിമം പോയിന്റും അല്ല മിനിമം പോയിന്റും അല്ല. കാരണം ഡൊമൈനിൽ ഒരു ഓപ്പൺ സർക്കിൾ അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്ക് കണ്ടെയ്നിങ് എ ബി നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പോർഷനിലോട്ട് പോകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ഇസ് ഇൻക്രീസിങ്, ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻക്രീസിങ് ആണ്, അതേസമയം ഇങ്ങോട്ട് വരുമ്പോൾ ഇറ്റ് ഇസ് ഡിക്രീസിങ്. സോ ഈ പോയിന്റിനെ നമുക്ക് എന്തൊന്നും പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ പോയിന്റ് ഓഫ് മാക്സിമം ഒന്നും പറയാൻ പറ്റില്ല, മിനിമം ഒന്നും പറയാൻ പറ്റില്ല. ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇതേ കാര്യം ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു y സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഗ്രാഫിക്കലി ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ എനിവേ, വാട്ട് ഈസ് സാഡിൽ പോയിന്റ്? എ ക്രിട്ടിക്കൽ പോയിന്റ് വിച്ച് ഇസ് നെയ്തർ മാക്സിമ നോർ മിനിമം. ഈ താഴത്തെ പോയിന്റ് പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. ഇവിടെ ഈ ടോപ്പ് പോയിന്റ് ദിസ് ഇസ് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം. ഈ പോയിന്റ് ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ഇറ്റ്സ് എ സാഡിൽ പോയിന്റ്. കാരണം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഇതിൽ ശരിക്ക് ഇങ്ങനെ കയറി പോവുകയാണെങ്കിൽ ഓക്കെ ഇൻക്രീസിങ് ആണ്, പക്ഷേ ഇവിടുന്ന് ആ പോയിന്റിലെത്തിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കൂടുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് മാക്സിമം ഒന്നും പറയാൻ പറ്റില്ല, മിനിമം ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനെയും വേണമെങ്കിൽ ചിന്തിക്കാം, ഇത് ഇങ്ങനെ ഒരു കർവ് കൺസിഡർ കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൺകേവ് അപ്പ്. അത് ഇവിടുന്ന് അങ്ങോട്ടുള്ള കർവ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൺകേവ് ഡൗൺ. കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കോൺകേവ് ഡൗൺ ആണ്. ഈ കർവ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതേ പോയിന്റിൽ കോൺകേവ് അപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ആ പോയിന്റ് ഓഫ് മാക്സിമം അല്ല മിനിമം അല്ല, ദാറ്റ് ഇസ് എ സാഡിൽ പോയിന്റ്. അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരി, ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ അതിൻ്റെ ഇന്റീരിയർ പോയിന്റിന് മാക്സിമം മിനിമം ഉണ്ടാവണമെങ്കിൽ മിനിമം വേണ്ടത് അതിൻ്റെ എഫ് എക്സും എഫ് വൈയും 0 ആയിരിക്കണം. പക്ഷേ ഈ എഫ് എക്സും എഫ് വൈയും 0 ആയാൽ പോലും അത് മാക്സിമം ആയിരിക്കോ മിനിമം ആയിരിക്കോ എന്നുള്ളത്, ഈവൻ സാഡിൽ പോയിന്റ് ആയിരിക്കോ എന്നുള്ളത്, കാരണം അത് ഇത് രണ്ടും 0 ആയി കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ടുള്ളൂ. ഒന്നുകിൽ മാക്സിമം ആവാം, മിനിമം ആവാം, സാഡിൽ പോയിന്റ് ആവാം. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അതിന് ചെയ്യുന്ന കാര്യം എഫ് ആസ് എ നോക്കൂ, 4 കേസുകളായിട്ട് നോക്കുന്നു. അതിൽ തന്നെ എഫ് ആസ് എ ലോക്കൽ മാക്സിമം അറ്റ് എ ബി ഇഫ് ഇതിൽ ഈ കണ്ടീഷൻ, അതായത് എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ്
എക്സ് വൈയുടെ സ്ക്വയർ. ഇത് നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്നാണ് വിളിക്കുക. ഏറ്റവും താഴെയായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദ ഡിസ്ക്രിമിനന്റ്. അപ്പൊ ഈ ഡിസ്ക്രിമിനന്റ് ഡിപ്പെൻഡ് ചെയ്യും. ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ 0 ആയാൽ, ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടെസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി അടുത്ത പോസിബിലിറ്റി, ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. നെഗറ്റീവ് ആവുകയാണെങ്കിൽ ആ ക്രിട്ടിക്കൽ പോയിന്റ് ഇസ് എ സാഡിൽ പോയിന്റ്. നെഗറ്റീവ് വരികയാണെങ്കിൽ, അപ്പോൾ എപ്പോഴാണ് സാഡിൽ പോയിന്റ് വരിക? എഫ് എക്സും എഫ് വൈയും 0 ആവണം, പ്ലസ് ഈ ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആണ്. ഇനി ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് ആവുന്ന കേസിൽ അപ്പൊ തന്നെ 2 കേസുകൾ വരുന്നുണ്ട്. ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് ആവുന്ന കേസിൽ ഇത് രണ്ടും ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് ആവും. പക്ഷെ അവിടെ എഫ് എക്സ് എക്സ് നോക്കിയിട്ട് എഫ് എക്സ് എക്സ് നെഗറ്റീവ് ആവുകയാണെങ്കിൽ, നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഗ്രാഫിന്റെ അകത്ത് കോൺകേവ് ഡൗൺ ആയിരിക്കണം എന്നാണ്. കോൺകേവ് ഡൗണും കൂടി ആയിക്കഴിഞ്ഞാൽ ലോക്കൽ മാക്സിമം വരും. സോ ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് ആവണം, എഫ് എക്സ് എക്സ് നെഗറ്റീവ് ആണ്. ഇതേപോലെ ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് ആവണം, എഫ് എക്സ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ കോൺകേവ് അപ്പ് ആയിരിക്കും. കോൺകേവ് അപ്പ് ആവണമെങ്കിൽ ലോക്കൽ മിനിമം വരും. ഇനി നമുക്ക് നോക്കാം പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ദ ഫംഗ്ഷൻ z is equal to f of x y. പറഞ്ഞു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ എക്സ്ട്രീം വാല്യൂസ് അറ്റൈൻ ചെയ്യുന്ന പോയിന്റ്സിൽ എഫ് എക്സും എഫ് വൈയും രണ്ടും 0 ആയി. സോ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, ഫൈൻഡ് എഫ് എക്സ് ആൻഡ് എഫ് വൈ. ഇത് രണ്ടും കണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പില് എഫ് എക്സ് ഈക്വൽ ടു 0, എഫ് വൈ ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. അതായത് ഒബ്റ്റെയിൻ ക്രിട്ടിക്കൽ പോയിന്റ്സ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ്സും ഉണ്ട്. ഞാൻ തൽക്കാലം പറയുന്നത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷന്റെ കേസിലാണ്. z is equal to f of x y be a differentiable function. കാരണം കൂടുതൽ നമ്മൾ എക്സാമ്പിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യുന്നത് ഈ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസിന്റെ കേസിലാണ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടിയെന്ന് വിചാരിക്കാം. അടുത്ത സ്റ്റെപ്പിൽ വേണ്ടത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണും. സോ ഫൈൻഡ് എഫ് എക്സ് എക്സ്, എഫ് വൈ വൈ ആൻഡ് എഫ് എക്സ് വൈ. ഈ മൂന്നെണ്ണം കാണും. Then evaluate the discriminant. D is equal to fxx fyy minus fxy square. ഇത് ഇവാലുവേറ്റ് ചെയ്യും. ഇത് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം ഈ ക്രിട്ടിക്കൽ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പല പോസിബിലിറ്റീസ് വരും. ഏതൊക്കെയാ പോസിബിലിറ്റീസ്? If this is less greater than 0 and fxx is less than 0 at that particular critical point, greater than 0 and fxx is greater than 0 at the critical point. ഇനി അടുത്ത പോസിബിലിറ്റി ലെസ് ദാൻ 0 ഈക്വൽ ടു 0. ലെസ് ദാൻ 0 ആണെങ്കിൽ ആ പെർട്ടിക്കുലർ ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് എ സാഡിൽ പോയിന്റ്. ഈക്വൽ ടു 0 ആണെങ്കിൽ ടെസ്റ്റ് ഇസ് ഇൻകൺക്ലൂസീവ്. നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാൻ പറ്റില്ല. ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എഫ് എക്സ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ്സ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം, സോറി ലോക്കൽ മാക്സിമം.
local maximum. And fxx positive ആണെങ്കിൽ that's a point of local minimum. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊസീജിയർ. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൺസിഡർ ചെയ്യാണ്. f of xy is equal to x square plus y square. Differentiable ആണ്. So what is fx? 2x. fy 2y. So ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പില് fx equal to 0, fy equal to 0 എന്ന് കൊടുക്കും. fx 0 ആണ്, x 0, fy 0 ആണെങ്കിൽ y 0. So that means 0 0 is the critical point. അടുത്ത നമുക്ക് വേണ്ടത് fxx ആണ്. So fx 2x ആണെങ്കിൽ fxx 2 വരും. ഇതേപോലെ fyy 2 വരും. നമ്മൾ നോക്കും fxx ഒന്നും കൂടെ കാണാനുണ്ട്. സോറി, fxy fx 2x ആണ്. അതിന് വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 ആണ്. So fxx into fyy minus fxy ന്റെ സ്ക്വയർ is equal to 4. That is positive. പോസിറ്റീവ് ആണ്. And fxx is equal to 2. That is positive. Therefore, നമ്മുടെ critical point is a point of local minimum. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ fxxഉം fyyയും fxyയും കണ്ട സമയത്ത് ഇത് കോൺസ്റ്റൻസ് കിട്ടിയത്. എല്ലാ പ്രോബ്ലത്തിലും കോൺസ്റ്റൻസ് കിട്ടണമെന്നില്ല. കോൺസ്റ്റൻസ് എല്ലാം കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ ക്രിട്ടിക്കൽ പോയിന്റ് ഓരോ ക്രിട്ടിക്കൽ പോയിന്റില് മാക്സിമം ആണോ മിനിമം ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് കോൺസ്റ്റന്റ് വാല്യൂ കിട്ടിയിട്ടാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അത് ശ്രദ്ധിക്കുക. ഇതാണ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഗ്രാഫ്. ഇപ്പോൾ ഇവിടെ ക്ലിയർ ആണ്. ഇതിൻ്റെ മിനിമം വാല്യൂ ഇസ് വെൻ നമ്മൾ നോക്കുന്ന ആംഗിളിലാണെങ്കിൽ മിനിമം വാല്യൂ ഇസ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, വൈ ഇസ് ഈക്വൽ ടു 0. പരാബോളോയിഡ് ആണ്. പല എക്സാമ്പിളിലും ഡീൽ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. എഫ് എക്സ് എക്സ് പോസിറ്റീവ് ആയിരിക്കണം. എഫ് എക്സ് എക്സ് പോസിറ്റീവ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഈസ് ഈക്വൽ ടു 0 തന്നെ എടുത്തോളൂ. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. വൈ ഈസ് ഈക്വൽ ടു 0 ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന കേവ് കോൺകേവ് അപ്പായിരിക്കണം. അപ്പോൾ അവിടെ കുറച്ച് തിക്കായിട്ടുള്ള കേവ് നമുക്ക് കാണാൻ പറ്റും. ആ തിക്കായിട്ടുള്ള കേവ് എന്ന് പറഞ്ഞാൽ വൈ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള കേവായിട്ട് മനസ്സിലാക്കാം. അവിടെ അത് കോൺകേവ് അപ്പായിരിക്കണം. ഇതേപോലെ തന്നെ എഫ് വൈ വൈയും ഇവിടെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അവിടെ തിക്കായിട്ട് വരുന്ന കേവ്, ആ എഡ്ജ് വരുന്നത് ദാറ്റ് ഇസ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. അപ്പോഴും കേവ് ഏതായിരിക്കണം? കോൺകേവ് അപ്പായിരിക്കണം. സോ എഫ് എക്സ് എക്സും പോസിറ്റീവ് ആയിരിക്കണം, എഫ് വൈ വൈയും ഇവിടെ ശരിക്കും പോസിറ്റീവ് ആയിരിക്കണം. അടുത്ത എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നത് fxy is equal to y square minus x square. ഇത് സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യണം. fx minus 2x and fy 2y. fx equal to 0, fy equal to 0 implies x equal to y equal to 0. ഇതിനൊന്നും മാറ്റമില്ല. So 0 0 is critical point. അതും ഓക്കെ. ഇനി നമ്മൾ fxx ആണ്. That is minus 2. fyy 2, fxy 0, fxx into fyy minus fxy square is negative. അതിന്റെ അർത്ഥം ആ ക്രിട്ടിക്കൽ പോയിന്റ് is a saddle point. Therefore 0 0 is a saddle point. ഇതെങ്ങനെ സാഡിൽ പോയിന്റ് ആകുന്ന ഇതിന്റെ തന്നെ ഗ്രാഫ് നമുക്ക് എടുത്തിട്ട് നോക്കാം. നമ്മൾ ചെയ്തപ്പോൾ കിട്ടി 0 0 is a critical point. That is neither a point of
ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഇറ്റ്സ് എ സാഡിൽ പോയിന്റ് എന്നാണ് കിട്ടിയത്. അതിൻ്റെ റീസൺ ഇതാണ്. ഇവിടെ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ അതേപോലെ നമ്മൾ നോക്കിയാൽ ഈ ആംഗിളിൽ നോക്കൂ. ഈ ആംഗിളിൽ നോക്കുമ്പോൾ ദിസ് ഇസ് y ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ കിട്ടുന്ന ഒരു തിക്ക് കേവ് കാണുന്നില്ലേ, താഴെ കൂടെ പോയിരിക്കുന്ന ഒരു കേവ് ഏറ്റവും അടിഭാഗത്തൂടെ നോക്കൂ. അപ്പോൾ അത് കോൺകേവ് ഡൗൺ ആണ്. അതിൻ്റെ അർത്ഥം FXX ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. FXX നെഗറ്റീവ് ആയിരിക്കും. അപ്പോഴാണ് കാരണം y ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആവുന്ന കേസ് നമ്മൾ കൺസിഡർ ചെയ്തത് 0, 0 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അതേസമയം x ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ നോക്കൂ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് x ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. x ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് കാണുന്നത് ആ തിക്കായിട്ടുള്ള കേവ് നോക്കുക, ഏറ്റവും മുകളിലാണ് അത് കാണുന്നത്. ഏറ്റവും മുകളിലാണ് 0, 0യിൽ കാണുന്നത്. 0, 0 എന്ന് പറഞ്ഞ പോയിൻ്റാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് അത് കോൺകേവ് അപ്പാണ്. അതായത് ഇപ്പോൾ ശരിക്കും ഇവിടെ കാണുന്നത് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിൻറ്റ് FYYയുടെ വാല്യൂ പോസിറ്റീവ് വരും, FXX നെഗറ്റീവ് വരും. അപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവായി. FXYയുടെ സ്ക്വയർ നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ആ ഡിസ്ക്രിമിനൻ്റ് എന്തായാലും ഈ പോയിന്റിൽ നെഗറ്റീവ് വരുള്ളൂ. സോ ദാറ്റ്സ് എ സാഡിൽ പോയിന്റ്. അപ്പോൾ സാഡിൽ പോയിന്റ് എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ മാക്സിമം ആവണമെങ്കിൽ ആ ഒരു ലോക്കൽ ഏരിയയിൽ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഹൈറ്റ് അവിടെ വരണം. മിനിമം ആവണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും മിനിമം. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ 0, 0യുടെ ചില പോർഷനിൽ കേർവ് ഇസ് ഇൻക്രീസിങ് ആണ്. അത് കൂടുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത റീജിയനിൽ ആ 0, 0നേക്കാൾ കൂടുകയാണ്. അത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതേസമയം ചില പോർഷനിൽ 0, 0 എന്ന് പറഞ്ഞ പോയിന്റിൽ കേർവ് അതിൻ്റെ തൊട്ടടുത്ത പോയിന്റുകളിലൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ കുറയുകയാണ്. സോ അത് മാക്സിമം ആവില്ല, മിനിമം ആവില്ല. സോ ദാറ്റ്സ് എ സാഡിൽ പോയിന്റ്. ഓക്കെ, തേർഡ് എക്സാമ്പിൾ. എല്ലാ കേസിലുള്ള പോലെ fx കാണുന്നു. സോ fx is 3x² minus 3. fy കാണുന്നു, that is 3y² minus 12. fx equal to 0 എന്ന് കൊടുത്താൽ 3x² is equal to 3, 3, 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ x² is equal to 1. So x is equal to plus or minus 1. ഇതേപോലെ fy is equal to 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3y² is equal to 12, 3, 3 കട്ട് ചെയ്ത് പോകുന്നു, y² is equal to 4. So y is equal to plus or minus 2. x 1 ആയാലും മൈനസ് 1 ആയാലും fx 0 ആണ്. x 2 ആയാലും മൈനസ് 2 ആയാലും fy 0 ആണ്. അപ്പൊ ഇത് രണ്ടും 0 ആവുന്ന പോയിന്റ്സ് നമ്മളെ ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഇവിടെ ഫംഗ്ഷൻ എന്തായാലും പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ്സിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നില്ല. അങ്ങനെ ഏതൊക്കെ ക്രിട്ടിക്കൽ പോയിന്റ്സ്? 1, 2 വരാം, 1, -2 വരാം, -1, 2 വരാം, -1, -2. 4 ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടണം. So we are getting 4 critical points. ഇനി അടുത്ത വേണ്ടത് fxx. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. So 3x minus 3 ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6x ആയി. fyy, that is 6y ആയി. fxy, ഇതിനെ ഒന്നും കൂടെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇതെല്ലാം പോയിട്ട് 0 വരും. നമുക്ക് നോക്കണം the discriminant fxx into fyy minus xy square, and that is equal to 36xy. അതിനർത്ഥം discriminant depends on the points. പോയിന്റ്സ് മാറുന്നതനുസരിച്ച് അതിന്റെ വാല്യൂ മാറും. അപ്പൊ നമ്മൾ ഓരോരോ പോയിന്റ്സ് കൺസിഡർ ചെയ്യും. നമുക്ക് വേണ്ട ഡിസ്ക്രിമിനന്റ് 6xy, അതേപോലെ fxx കിട്ടിയത് 6x. ശരി, ആദ്യത്തെ പോയിന്റ് എടുത്താൽ ആദ്യത്തെ പോയിന്റ് 1, 2. 1, 2ന്റെ കേസ് നോക്കിയാൽ 1 ഉം 2 ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് d പോസിറ്റീവ് കിട്ടും. ആൻഡ് fxx
പോസിറ്റീവ്. അതിനർത്ഥം d പോസിറ്റീവ് fxx പോസിറ്റീവ് മീൻസ് that's a point of local minimum. And what is the minimum value? അതും കൂടെ പറയണോ? മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1-2 മിനിമം വരുന്നത്. സോ 1-2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തോ ദാറ്റ് ഇസ് മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. ഇതേപോലെ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു 1 - 2. 1 - 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ d നമുക്ക് നെഗറ്റീവ് നൽകും. d നെഗറ്റീവ് ആകുമ്പോൾ that's a point of, well, that's a saddle point. That is saddle point. അപ്പൊ ഓർമ്മിക്കാമല്ലോ, ഇതേപോലെ തന്നെ -2 എന്ന വേറൊന്നും കൂടി ഉണ്ടല്ലോ, -1 - 2. അതും d നെഗറ്റീവ് ആവും, സാഡിൽ പോയിന്റ്. വേറെ എന്നുള്ളത് -1 2 ആണ്. അവിടെ d mistake. -1 2 d negative of, so saddle point. ഇതാണ് തെറ്റത്. -1 - 2 d നെഗറ്റീവ് അല്ല, d പോസിറ്റീവ് ആണ്. d പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ നോക്കണം, fxx അത് നെഗറ്റീവ്. അങ്ങനെ വരുമ്പോൾ that's a point of local maximum. നാല് കേസുകളും നമ്മൾ ചെക്ക് ചെയ്തു. 2 സാഡിൽ പോയിന്റ്സ് ആണ്, ഒരെണ്ണം മാക്സിമം ആണ്, ഒരെണ്ണം മിനിമം ആണ്. സോ വാട്ട് ഈസ് ലോക്കൽ മാക്സിമം വാല്യൂ, അതേപോലെ ലോക്കൽ മിനിമം വാല്യൂ. നമ്മൾ ഈ പോയിന്റ്സ് ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഫംഗ്ഷന്റെ അകത്ത്. അപ്പൊ നമ്മുടെ മിനിമം വന്നത് 1 2 ല, 1 ഉം 2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1³ + 2³, അപ്പൊ 9 ആയി. 9 - 3 that is 6 - 24, so -18 + 20, so minimum value is 2. ഇതേപോലെ മാക്സിമം വന്നത് -1 - 2 ല, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -1 - 8, so that is -9 + 3, so -6 + 24, so -18, + 18 + 20, 8. നോക്കാം അടുത്ത എക്സാമ്പിൾ. So this is example number 4, I think. fx, that is 2x + y + 3, fy, and fy is idepole 2y plus, no, starting like xy is the partially with respect to y, so x plus 2y minus 3. fx equal to 0, fy equal to 0 implies 2x plus y is equal to -3 and x plus 2y is equal to 3. So രണ്ട് ലീനിയർ ഇക്വേഷൻസ് ആയി. ഇത് രണ്ടും സോൾവ് ചെയ്യണം. ഇത് രണ്ടും സോൾവ് ചെയ്യാൻ ആദ്യം നമ്മൾ കോഎഫിഷ്യൻസ് സെയിം ആകും, എന്നിട്ട് മൈനസ് ചെയ്യും. സെക്കൻഡ് ഇക്വേഷനെ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, 2x ആവും, എന്നിട്ട് മൈനസ് ചെയ്യാം. So 1 - 2 into second equation implies ഇതിന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ 2x ആയി കട്ട് ചെയ്തു പോയി. ഇതിന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 4y ആയി മൈനസ് ചെയ്തു, സോ -3y is equal to, ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, സോറി ഇതിങ്ങനെ തന്നെ, ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, സോ -3 -6, സോ -9 ആയി കട്ട് ചെയ്ത് പോകുന്നു. y is equal to 3. y equal to 3 എന്നുള്ളത് ഏതെങ്കിലും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x-ന് y 3, so -6, x is equal to -3. Therefore -3 3
as critical point. Ready? ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് കടന്നു. fxx വേണം. What is fxx? fx നെ with respect to x differentiate ചെയ്തു. So 2 and fyy again 2 fxy ഇതിനെ with respect to y differentiate ചെയ്താൽ 1 എന്ന് വരും. നമുക്ക് വേണ്ട d is equal to fxx into fyy minus fxy square. So that is 4 minus 1, that is 3 greater than 0. Local maximum അല്ലെങ്കിൽ local minimum ത്തിനുള്ള chance ഉണ്ട്. Now fxx is 2, that is positive, d positive, fxx positive, therefore the critical point, critical point minus 3, 3 is a point of local minimum. എക്സാമ്പിൾസിൽ ചെയ്ത അതേപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അസൈൻമെൻറ്റ് നമ്പർ 2 എന്നുള്ള രീതിയിൽ തരികയാണ്. ഇതിലെനിക്ക് തോന്നുന്ന ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഡിയും ഇയുമേ കുറച്ചെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം എളുപ്പമാണ്. ട്രൈ ഇറ്റ് ചെയ്തിട്ട് ഡ്യൂ ഡേറ്റിന് മുമ്പ് സബ്മിറ്റ് ചെയ്യുക.